നമസ്തേ. ഇന്ന് SCERT കേരള പാഠാവലിയിലെ 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാം യൂണിറ്റ്, ആ 1ാം യൂണിറ്റിലെ പ്രഥമ പാഠമായ സുഹൃതഹാരങ്ങൾ എന്നതിനെ ആധാരമാക്കി നോക്കുന്ന കാര്യങ്ങൾ പഠിക്കും. അപ്പം ഇത് ഈ ചാനൽ കാണുന്നവർ ദയവായി ഇതൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ ഇവരെല്ലാം കൊണ്ടുവന്ന് അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണമെന്നും ലൈക്ക് ചെയ്യിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അത് പാഠത്തിലേക്ക് കടക്കും. ഈ കവിത എഴുതിയിട്ടുള്ളത്, സുഹൃതഹാരങ്ങൾ എന്ന കവിത എഴുതിയിട്ടുള്ളത് N. കുമാരനാശാൻ. പാഠം പഠിക്കുന്നതിന് മുമ്പ് നമുക്കത് ഒന്ന് പഠിക്കാം. ആധുനിക കവിത്രയം, മലയാളത്തിലെ ആധുനിക കവിത്രയം അതാരൊക്കെയാണ്? ആശാൻ, കുമാരനാശാൻ, ഉള്ളൂർ S. പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. ഈ 3 പേരെയാണ് മലയാളത്തിലെ ആധുനിക കവിത്രയം അറിയിക്കുന്നത്. അതിൽ ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ ഈ 3 പേരെ ആദിമ കവിത്രയം അല്ലെങ്കിൽ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നു. ഇത് ആധുനിക കവിത്രയമാണ്. ആരൊക്കെയാണ്? N. കുമാരനാശാൻ, ഉള്ളൂർ S. പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. ഇതിൽ കുമാരനാശാനെ, അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. കുമാരനാശാൻ 1873 ഏപ്രിൽ 12-ന് 1873 ഏപ്രിൽ 12-ന് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലുള്ള അഞ്ചുതെങ്ങ് ഗ്രാമം, അവിടുത്തെ കായിക്കര ഗ്രാമത്തിലെ, കായിക്കര എന്ന് പറഞ്ഞ ചെറിയ പ്രദേശത്തെ തൊമ്മൻവിളാകത്ത് വീട്ടിൽ നാരായണൻ കാളിയമ്മ ദമ്പതികളുടെ പുത്രനായി ജനിച്ചു. 1873 ഏപ്രിൽ 12-ന് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലുള്ള അഞ്ചുതെങ്ങ് ഗ്രാമത്തിൽ കായിക്കരയിലുള്ള തൊമ്മൻവിളാകത്ത് വീട്ടിൽ നാരായണൻ കാളിയമ്മ ദമ്പതികളുടെ പുത്രനായി ജനിച്ചു. ഇദ്ദേഹത്തെ നിരൂപകർ വിശേഷിപ്പിക്കപ്പെടുന്ന എന്താണെന്ന് നോക്കാം. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തം വിരിയിച്ചയാൾ. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തം വിരിയിച്ച ആദ്യ കവി. ചില പ്രസ്ഥാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മിസ്റ്റിസിസം, സിംബോളിസം, അതേപോലെ തന്നെ റൊമാൻറ്റിസം. അല്ലെ, റൊമാൻറ്റിസം എന്നുള്ളതിന്റെ മലയാളമാണ് കാൽപ്പനികത. അപ്പൊ മലയാള കാൽപ്പനികതയിൽ അത് വിശദീകരിച്ച് പിന്നീട് പഠിക്കും. മലയാള കാൽപ്പനിക കവിതയിൽ കാൽപ്പനിക വസന്തം, മലയാള കവിതയിൽ കാൽപ്പനിക വസന്തം സൃഷ്ടിച്ച കവിയാണ് ആര്? N. കുമാരനാശാൻ. അദ്ദേഹത്തിന് നിരൂപകർ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തൊക്കെയാണ്? വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം, തത്വചിന്തകൻ, ആശയഗംഭീരൻ, സ്നേഹഗായകൻ, മലയാളത്തിലെ പുംസ്കോകിലം എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം, തത്വചിന്തകൻ, ആശയഗംഭീരൻ, സ്നേഹഗായകൻ, മലയാളത്തിലെ പുംസ്കോകിലം എന്നിങ്ങനെ അദ്ദേഹത്തെ അറിയപ്പെടുന്നു. തീർന്നില്ല. മഹാകാവ്യം എഴുതാതെ ഖണ്ഡകാവ്യ രചനയിലൂടെ മാത്രം മഹാകവിയായ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ബൃഹത്തായ കവിത, ഒരു വലിയ മഹാകാവ്യം, 10-15 സർഗങ്ങളുള്ള, ഓരോ സർഗത്തിലും 100-150 ശ്ലോകങ്ങൾ വീതമടങ്ങുന്ന വലിയ കാവ്യം അല്ലെങ്കിൽ മഹാകാവ്യം എഴുതുന്നവരെ മാത്രമേ എന്തായി അംഗീകരിച്ചിരുന്നുള്ളൂ? മഹാകവിയായി അംഗീകരിച്ചിരുന്നുള്ളൂ. എന്നാൽ കുമാരനാശാനാകട്ടെ ഇതിൽ നിന്നും വ്യതിരിക്തമായി കേവലം ഒരു വീണടിഞ്ഞ പുഷ്പത്തിനെ കണ്ടുകൊണ്ട് അതിലൂടെയും ഒരു മനുഷ്യ ജീവിതത്തിന്റെ ആവിഷ്കാരം നടത്താം, ജീവിതം ത്രസിക്കുന്നുണ്ട് എന്ന്
നമ്മെ ബോധ്യപ്പെടുത്തിയ കവിയാണ്. കേവലം ഒരു ഖണ്ഡകാവ്യ രചനയിലൂടെ മാത്രം അദ്ദേഹം എന്ത് ചെയ്തു? മഹാകവിയായി തീർന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ചണ്ഡാല ഭിക്ഷുകി. ഈ ചണ്ഡാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള സുഹൃതഹാരങ്ങൾ എന്ന ഈ കവിത. സുഹൃതഹാരങ്ങൾ ആദ്യ കവിതയുടെ പേരാണ്, ആദ്യ പാഠത്തിന്റെ പേരുമാണ്. അപ്പൊ ചണ്ഡാല ഭിക്ഷുകി, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, കരുണ, വീണപൂവ്, പ്രരോദനം, പുഷ്പവാടി, വനമാല, മണിമാല, ബാലരാമായണം എന്നിവ അതിന്റെ പ്രധാന കൃതികളാണ്. ചണ്ഡാല ഭിക്ഷുകി, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, കരുണ, വീണപൂവ്, പ്രരോദനം തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യങ്ങളാണ്. പുഷ്പവാടി, വനമാല, മണിമാല എന്നിവ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളിൽ പെടുന്നു. ബാലസാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ് ബാലരാമായണം. ഇത് കൂടാതെ ധാരാളം കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചണ്ഡാല ഭിക്ഷുകി, നളിനി, ലീല തുടങ്ങിയതായ കൃതികൾ, അതുപോലെ കരുണ തുടങ്ങിയതായ കൃതികളിലുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം സ്നേഹഗായകനാണ് എന്നുള്ള ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നു. സ്നേഹത്തിന്റെ മധുരോദാര ഭാവങ്ങളെ പ്രപഞ്ചനം ചെയ്യുന്ന കവിതയാണ് ഏത്? ചണ്ഡാല ഭിക്ഷുകി, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, കരുണ, വീണപൂവ് തുടങ്ങിയവ. ഇതിനകത്തെ വളരെ രസാവഹമായ ചണ്ഡാല ഭിക്ഷുകിയിലെ ആദ്യ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോ അദ്ദേഹത്തിന്റെ കവിതകളുടെ എല്ലാ സവിശേഷതകളും നമുക്ക് പാഠഭാഗത്തും കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അന്ത്യം നടന്ന 1924 ജനുവരി 16 വല്ലനയാറ്റിൽ നടന്ന റെഡീമർ ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം ഇഹലോകവാസം വെടിയുന്നത്. നമുക്ക് ആ കവിതയിലെ കുറച്ച് ഭാഗം നോക്കാം. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം. അപ്പം ഇത് ഏകദേശം ഒരു 2500 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ബുദ്ധ കഥയുമായി ബന്ധപ്പെട്ട ഒരു കഥയുടെ ആവിഷ്കാരമാണ്. ശ്രീബുദ്ധന്റെ ശിഷ്യന്മാരിൽ ഒരാളായ ആനന്ദഭിക്ഷു ബുദ്ധനെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ശ്രാവസ്തി എന്ന ഗ്രാമത്തിലേക്ക് യാത്രയാണ്. വളരെയധികം ചൂടുള്ള ഒരു കാലഘട്ടം, അസഹ്യമായ വേനൽക്കാലം. പക്ഷിമൃഗാദികളെല്ലാം അവരവരുടേതായ മാളത്തിൽ ഒതുങ്ങിക്കഴിയുന്ന സമയം. പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പോലും കഴിയുന്നില്ല. ഒരിറ്റു ദാഹജലത്തിന് കേഴുന്ന അവസ്ഥ, കേഴാൻ പോലും ഒക്കാത്തൊരു സാഹചര്യം, അത്രമാത്രം ചൂട്. അങ്ങനെയുള്ളതായ അസഹ്യമായൊരു വേനൽ കാലഘട്ടത്തിൽ ആണ് ആനന്ദഭിക്ഷു ശ്രാവസ്തിയിലേക്കുള്ള യാത്ര. നടന്ന് തളർന്ന് ക്ഷീണിച്ച് പരവശതയോടുകൂടി അദ്ദേഹം എത്തുന്നു. വഴിയിൽ കണ്ടതായ ഇലകളെല്ലാം പതുക്കെ കൊഴിഞ്ഞു തുടങ്ങിയതായ ഒരു പഴയ അരയാണ്, ഒരു പഴക്കം ചെന്ന ഒരു വൃദ്ധനായ ഒരു അരയാണ്. ആ അരയാലിൻ്റെ ചുവട്ടിൽ അദ്ദേഹം അല്പം ഇരുന്ന് അതിൻ്റെ വേരിൽ നിന്നിരുന്നു. ചുറ്റുപാട് വന്ന് നോക്കി ഒരല്പം ദാഹജലം കിട്ടാനുള്ള മാർഗമുണ്ടോ, കിണറുണ്ടോ, അല്ലെങ്കിൽ വീടുകളുണ്ടോ എന്നിങ്ങനെയുള്ള ഭാവത്തിൽ നോക്കിയപ്പോൾ ഒരു കയ്യിൽ കുടവും മറുകയിൽ പാളയും കയറുമൊക്കെയായി ഒരു പെൺകുട്ടി വരുന്നു. അദ്ദേഹത്തിന് ആശ്വാസമായി ഇവിടെ കിണറുണ്ട് എന്ന് മനസ്സിലായി. അദ്ദേഹം ആ പെൺകുട്ടി നിന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. അവിടെ ചെന്നതിന് ശേഷം അവളോട് അല്പം ദാഹജലം ചോദിക്കുന്നു. തിരിഞ്ഞു നോക്കി അവൾ കണ്ടത് ഒരു സുമുഖനായ, അന്നത്തെ കാലഘട്ടത്തിൽ വരേണ്യവർഗത്തിൽപ്പെട്ട ഒരാൾ. തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന
നരന് അശുദ്ധി കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം. അവൾ ഭയന്നു. അങ്ങ് എന്താണ് ഈ കാട്ടുന്നത്? അല്ലൽ കൊണ്ടങ്ങ് ജാതി മറന്നോ എന്നുള്ള ചിന്തയോട് ചോദിച്ചു. ഞാൻ നിന്നോട് ജാതിയല്ല ചോദിച്ചത്, അല്പം ദാഹജലമാണ് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഹൃദയാലുവായ ദയാമയിയായ അവൾ പിന്നെ തർക്കം പറയാതെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ദാഹജലം ഒഴിച്ചു. ദാഹം തീർത്ത ശേഷം അദ്ദേഹം അവിടെ നിന്ന് യാത്രയാവുന്നു. പക്ഷെ അവളുടെ മനസ്സിൽ നിന്നും അത് ആ രംഗം മാറുന്നില്ല. തുടർന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അവിടുത്തെ പാഠം പഠിച്ചതിന് ശേഷം ആ ഭാഗം പറയാം വേണമെങ്കിൽ. ശരി, നോക്കാം. ആ കവിത ഒരല്പം പഠിക്കുന്നുണ്ട്. വരികൾ ശ്രദ്ധിക്കുക. തൂമ തേടും തൻ പാള കിണറ്റിലിട്ട കോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്ങി നീർക്കോരി നിന്നിടിനാൾ ശ്രീമാനാ ഭിക്ഷു അങ്ങു ചെന്നർത്തിച്ചാൻ. ദാഹിക്കുന്നു ഭഗിനി കൃപാരസം മോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലെ തരുത്തല്ലെന്നതു കേട്ട് ആ മനോഹരി അമ്പരം നോദിനാൾ. അല്ലല്ല എന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലഴും ആര്യന്മാർ. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ഡാലി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഓതിനാൻ ഭിക്ഷു ഏറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. ചോദിക്കുന്നു നീർ നാവോ വരണ്ടോ ഭീതി വേണ്ട തരികതെനിക്കു നീ. എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളീന മനോഹരം സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ല ഓമലാൾ തന്നിയാണവൾ കല്ലല്ല ഇരുമ്പല്ല. കറ്റക്കാർ കോന്തൽ മൂടിത്തലവഴി മുറ്റും ആസ്യം മറഞ്ഞു കിടക്കുന്ന ചാരു സാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവ ചെറ്റുവിടത്തവൾ. പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൽ. ചോരച്ചന്തളർ അഞ്ചും അരുണാംശു പൂരത്താൽ മേനി മോടി പുലർച്ചയിൽ. വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി. മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറുന്നേ. ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. പുണ്യശാലിനി നീ പകർന്നിടും ഈ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങളിൽ അന്തരാത്മാവിലർപ്പിക്കുന്നുണ്ടാവും. ധർമ്മം ശരണം ഗച്ഛാമി. ലോകത്തെ നിലനിർത്തുക എന്നത് അർത്ഥത്തിലാണ് ധർമ്മം വിശ്വം ധരതേ.
മറ്റുള്ളവരെ സഹായിക്കുക, കരുണയോട് കാണുക, സ്നേഹത്തോട് പെരുമാറുക, സമത്വഭാവം ഉണ്ടാകുക, സമദർശനം ഉണ്ടാകുക, ഇതെല്ലാം ധർമ്മത്തിൻ്റെ ഭാഗമാണ്. ആ ധർമ്മ ഉപദേശം ആണ് ഇവിടെ കാണുന്നത്. നീ നൽകിയതായ ഈ ഓരോ തുള്ളി വെള്ളവും എണ്ണമറ്റ സുഹൃതകാര്യങ്ങളായി പരിണമിക്കും, അതിന് സംശയം വേണ്ട എന്ന അർത്ഥത്തിൽ. അതിൽ അല്പം ഭാഗം നമുക്ക് നോക്കാം. തൂമ തേടും, തൂമ ഭംഗി, തൂമ തേടും തൻപാള കിണറ്റിലിട്ട്. ഇന്നത്തെ തൊട്ട് മോട്ടറൊന്നുമില്ലാത്തതായ ഒരു കാലഘട്ടം. വെള്ളത്തിൽ നിന്നും പലപ്പോഴും ചുളക്കെട്ട് പോലും നടത്തിയിട്ടില്ലാത്ത കിണറുകൾ, ഇടിഞ്ഞു പൊളിഞ്ഞ മുക്കുകൾ, അതിലേക്ക് പാള കൊണ്ട് പാള കൂട്ടിയെടുത്ത് കയറ് കെട്ടി അത് കിണറിലേക്ക് ഇട്ട് വേണം വെള്ളം കോരിയെടുക്കാൻ. കപ്പിയും കയറും പലയിടത്തും കാണില്ല. അങ്ങനെ മനോഹരമായ കൈയാൽ പാള ചെയ്തു. തൂമ തേടും തൻ പാള കിണറ്റിലിട്ടു. മനോഹരമായ പാള ആ കിണറ്റിലേക്ക് ഇട്ടു. ഓമൽ കൈയാൽ, മനോഹരമായ കൈകൾ കൊണ്ട് കയറു വലിച്ചുടൻ, കൈകൾ കൊണ്ട് ചെയ്തു ആ കയറ് വലിച്ചു. എന്നിട്ട് കോമളാംഗി, കോമളമായ അംഗമുള്ളവൾ. നമുക്കത് സമാസമൊക്കെ ഈ പാഠത്തിൻ്റെ ഒടുവിൽ പഠിക്കാം. കോമളമായ അംഗമുള്ളവൾ സുന്ദരി, സുന്ദരിയായ അവൾ നീർ വെള്ളം കോരി നിന്നിടിനാൾ. വെള്ളം കോരി നിൽക്കുന്നതായ അവസരത്തിൽ ശ്രീമാൻ, ശ്രീമാൻ ഒരാളെ സംബോധന ചെയ്യുന്നതും ശ്രീമാൻ എന്നാണ്, ശ്രീ എന്നും ശ്രീമതി എന്നും കേൾക്കാം. പക്ഷെ ഇവിടെ ശ്രീമാൻ ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ളവൻ. ആര്? ആനന്ദഭിക്ഷു. അങ്ങു ചെന്നർത്ഥിച്ചാൻ, അവിടെ ചെന്ന് അർത്ഥിച്ചാൻ, അർത്ഥിച്ചു അപേക്ഷിച്ചു, അർത്ഥിച്ചാൻ അവൻ, അദ്ദേഹം, അയാൾ, അപേക്ഷിച്ചു, അർത്ഥിച്ചു. ഇവിടെ ഓരോ വരിയുടെയും രണ്ടാമത്തെ അക്ഷരം ഒരേ വർഗത്തിലുള്ളത് ആവർത്തിക്കുന്നു. ആദ്യത്തെ വരിയിൽ തോമ, രണ്ടാമത്തെ വരിയിൽ ഓമ, അടുത്ത വരിയിൽ കോമ, അടുത്ത ശ്രീമ. അപ്പം ഇങ്ങനെ ഓരോ വരിയുടെയും രണ്ടാമത്തെ അക്ഷരം ഒരേ വർഗത്തിലുള്ള മ എന്ന അക്ഷരം ഒരേ വർഗത്തിലുള്ളത് ആവർത്തിക്കുന്നതിനാൽ അവിടെ ദ്വിതീയാക്ഷരപ്രാസം കാണാൻ സാധിക്കും. എന്നാൽ ഓരോ വരിയുടെ ആദ്യത്തെ അക്ഷരം ഒരേ വർഗത്തിലുള്ളത് ആവർത്തിച്ചാലോ അത് ആദിപ്രാസമാണ്. ഇവിടെ ദ്വിതീയാക്ഷരപ്രാസം. അന്ത്യാക്ഷര ഒരേ വർഗത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അന്ത്യപ്രാസം. അടുത്ത വരി നോക്കാം. ദാഹിക്കുന്നു ഭിക്ഷു, ആനന്ദ ഭിക്ഷു. മാതങ്കി എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സമീപത്തേക്ക് എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദാഹിക്കുന്നു ഭഗിനി, ഹേ ഭഗിനി, സഹോദരി, അല്ലയോ സഹോദരി. കൃപാരസം, നിന്റെ കൃപയാകുന്ന രസം, ആ കൃപയാകുന്ന രസത്തിൽ നിന്നുള്ളതായ മോഹനം, മനോഹരമായ കുളിർ തണ്ണീരിരാശുനി. നിന്റെ കൃപാരസമോഹനം, നിന്റെ മനസ്സിൻ്റെ ദയയാകുന്ന ജലമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. നിന്റെ മനസ്സിലുണ്ടാകണം. മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയൂ. ധർമ്മം നിലനിൽക്കണമെങ്കിൽ അത് വേണം, സ്നേഹം. അങ്ങനെ നിന്റെ മനസ്സിൻ്റെ അലിവിൽ നിന്ന് ഉടലെടുത്തിട്ട് ആ ദയുണ്ടായിട്ട് നീ എനിക്ക് അല്പം തണ്ണീര്, തൺ പ്ലസ് നീര്, തണ്ണീർ, ലോകസന്ധി, അത് നമുക്ക് വിശദീകരിച്ച് പിന്നെ പഠിക്കാം. അപ്പം മനോഹരമായ കുളിർ ജലം ആശു പെട്ടെന്ന് എനിക്ക് തരിക. ഓമലേ, ആദ്യം സഹോദരി എന്ന് വിളിച്ചു. അതവളുടെ മനസ്സിനെ പെട്ടെന്ന് ആകർഷിപ്പിച്ചു. ഇന്നുവരെ മറ്റാരും മനുഷ്യ സഹജമായി അലിവില്ലാതെ ഒരുപക്ഷെ ആട്ടി ഒടിപ്പിച്ചത് ചൂഷണം ചെയ്തിരുന്ന ഈ സമൂഹം, അത് അതിൽ നിന്നും ഒരു സുന്ദരനായ ഒരു ശ്രേഷ്ഠനായ ഒരുവൻ വന്നിട്ട് സഹോദരി എന്ന് വിളിച്ചു. തുടർന്ന് വിളിക്കുന്നു, ഓമലേ, പ്രിയമുള്ളവളെ, തരൂ, നീ എനിക്ക് നൽകിയാലും തെല്ല്, അല്പം, അല്ലയോ പ്രിയമുള്ളവളെ, നീ എനിക്ക് അല്പം ദാഹജലം തന്നാലും എന്നതു കേട്ട്, ഇത് കേട്ടിട്ട് ആ മനോഹരി, ആ സുന്ദരി അമ്പരന്നോതിനാൾ, അമ്പരന്നു.
അതിശയം, അതുപോലെ ഭയം. അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശമൊന്നും വസ്ത്രമൊന്നും അതിശയം എന്ന് പറഞ്ഞു. അമ്പരന്ന് പോയി, അതിശയിച്ചു പോയി. ശ്യാമാംബരം കേട്ടിട്ടുണ്ടാകും. അതുപോലെ പട്ടാമ്പരം ചുറ്റി, ഇതൊക്കെ അമ്പരം വസ്ത്രമാണ് അവിടെ. അപ്പം ആകാശമൊന്നും വസ്ത്രമൊന്നും അതിശയം എന്നൊക്കെ അർത്ഥമുണ്ട്. അമ്പരം ഓതിനാൾ, അത്ഭുതപ്പെട്ട പരിഭ്രമം കൊണ്ട് ഓതിനാൾ, അവൾ ഓതി, അവൾ പറഞ്ഞു. അടുത്ത ഭാഗം ബാക്കിയുള്ളത് ഒരു ക്ലാസ് കൊണ്ട് തീർക്കാം, ഒരു എപ്പിസോഡ് കൊണ്ട് തീർക്കാം. അന്ന് ഗ്രാമറും കൂടെ പഠിക്കാം. ഇന്ന് ഈ ഭാഗം നമ്മുടെ പുസ്തകം നോക്കിയിട്ട് എല്ലാവരും ഒന്ന് പഠിക്കുക. നിങ്ങളുടേതായ ഈ സമയം ഈ ചാനലിന് വേണ്ടി സമർപ്പിക്കുകയും പഠിക്കുകയും ചെയ്യാൻ മനസ്സുണ്ടെന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിക്കുന്നു. നമസ്തേ.